എന്താണ് ഫോറക്സ് ട്രേഡിംഗ്? എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണത്തിലൂടെ നമുക്കൊന്ന് നോക്കിയാലോ. നിങ്ങളൊരു അമേരിക്കൻ സിറ്റിസൺ ആണെന്ന് വിചാരിക്കുക. ജപ്പാനിലുള്ള നിങ്ങളുടെ ഫ്രണ്ടിന്റെ ഇൻവിറ്റേഷൻ പ്രകാരം ഒരു 2 മാസത്തേക്ക് നിങ്ങളൊരു ടൂർ പോവുകയാണ് അമേരിക്കയിൽ നിന്നും ജപ്പാനിലേക്ക്. അമേരിക്കക്കാരനായ നിങ്ങളുടെ കയ്യിൽ അമേരിക്കൻ കറൻസിയായ ഡോളർ ആയിരിക്കുമല്ലോ ഉണ്ടാവുക. എന്നാൽ ജപ്പാനിലേക്ക് വരുമ്പോൾ അവിടുത്തെ ആവശ്യങ്ങൾക്കായി യൂസ് ചെയ്യേണ്ടത് ഡോളർ അല്ല, പകരം അവിടുത്തെ കറൻസിയായ ജാപ്പനീസ് യെൻ ആണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഡോളർ ജാപ്പനീസ് യെൻ ആക്കി കൺവേർട്ട് ചെയ്തു. പക്ഷേ അവിടുത്തെ ചിലവുകളെല്ലാം ഏറ്റെടുത്തത് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെയാണെന്ന് വിചാരിക്കുക. അതായത് നിങ്ങളുടെ കയ്യിലുള്ള ജാപ്പനീസ് യെൻ അത് യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. അങ്ങനെ നിങ്ങൾ 2 മാസത്തെ ട്രിപ്പിന് ശേഷം അമേരിക്കയിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിക്കുന്നു. പക്ഷേ ഇതിനിടയിൽ ഒരു കാര്യം നടന്നു. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ജാപ്പനീസ് യെന്നിന്റെ വാല്യൂ കൂടി. 2 മാസം മുമ്പ് $1 കൊടുത്തപ്പോൾ നിങ്ങൾക്ക് 110 ജാപ്പനീസ് യെൻ കിട്ടിയെങ്കിൽ ഇപ്പോൾ ജാപ്പനീസ് യെന്നിന്റെ വില വർദ്ധിച്ച് 165 ജാപ്പനീസ് യെന്നായി മാറി. നിങ്ങൾ അമേരിക്കയിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള 165 ജാപ്പനീസ് യെൻ കൺവേർട്ട് ചെയ്ത് ഡോളറാക്കി മാറ്റുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് $1 പകരം $1.5 ആയിരിക്കും. അതായത് 50% പ്രോഫിറ്റ്. ഇതൊരു റിയൽ ലൈഫിൽ ഫിസിക്കലായി നടക്കുന്ന ഫോറക്സ് ട്രേഡിങ്ങിന്റെ ഉദാഹരണമാണ്. ഞാനിവിടെ $1 ഉദാഹരണമായി എടുത്തത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ കയ്യിലുള്ളത് വലിയൊരു എമൗണ്ട് ആണ് എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റും വലുത് തന്നെയായിരിക്കും. സിമ്പിളായിട്ട് പറയാം, വിവിധ രാജ്യങ്ങളുടെ കറൻസിയുടെ വാല്യൂയിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് ഓൺലൈനായിട്ട് പല പ്ലാറ്റ്ഫോമുകളിലൂടെ ട്രേഡ് ചെയ്യുന്നതിനെയാണ് ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാ, തുടങ്ങല്ലേ?